ജനവാസ മേഖലയിൽ പുലിയും കാട്ടാനയും ഇറങ്ങിയാൽ വെടിവെച്ചു കൊല്ലാം. സവിശേഷ നിയമ ഭേദഗതിക്ക് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ നീക്കത്തിന് പിന്തുണയുമായി മലയോര കർഷകർ. പിണറായി സർക്കാരിനെ അഭിനന്ദിച്ച് താമരശ്ശേരി രൂപത രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമാകുമെന്ന ഭീതിയിൽ UDF നേതൃത്വം. മലയോര കർഷകരുടെ ഏറെക്കാലത്തെ ആവശ്യത്തിന് ഒടുവിൽ പച്ചക്കൊടി വീശാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നിയമ ഭേദഗതി ബില്ലിനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് ബിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനജീവിതത്തിന് വെല്ലുവിളികൾ ഉയർത്തുകയും വ്യാപക കൃഷിനാശങ്ങൾ വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരള സർക്കാർ സവിശേഷകരമായ നിയമ ഭേദഗതി ബില്ലുമായി രംഗത്തെത്തിയത്. ജനജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ പ്രത്യേക സാഹചര്യത്തിൽ വെടിവെച്ചു കൊല്ലാനും ബില്ലിൽ അനുവാദം നൽകുന്നുണ്ട്. 1972 കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന കരട് ബില്ലിനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. സംസ്ഥാന നിയമസഭ അംഗീകരിച്ച ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതോടെ അത് നിയമമായി മാറും. അതിനായി സംസ്ഥാന സർക്കാർ ബിൽ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുകയും അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്യും. ഈ വിധത്തിൽ വലിയ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്ന ബില്ലിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ മലയോര കർഷകർ വന്യമൃഗശല്യത്തെക്കുറിച്ച് വർഷങ്ങളായി പ്രതിരോധ മുഖത്താണ്. വയനാട്ടിലെയും പാലക്കാട്ടെയും വനമേഖലയിൽ കടുവകളും കാട്ടാനകളുമെല്ലാം ഒട്ടേറെ പേരുടെ ജീവനുകളാണ് തകർത്തെറിഞ്ഞിട്ടുള്ളത്. കാർഷിക മേഖലകളിൽ വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളും വർണ്ണനാതീതമാണ്. പലകുറി കർഷകർ ഈ വിധം ആവലാതികൾ ഉയർത്തിയിട്ടും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായതുമില്ല. പിന്നീടാണ് ഇവർ തങ്ങളുടെ വോട്ട് ബാങ്ക് ശക്തി ഉയർത്തി വിലപേശൽ രാഷ്ട്രീയവുമായി രംഗത്തെത്തിയത്. ചില ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളാണ് ഇതിനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപി ക്രൈസ്തവ സഭാ നേതൃത്വത്തോട് ഒപ്പം നിന്ന് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതുപോലെ തന്നെ നിലമ്പൂരിൽ PV അൻവറിന്റെ നേതൃത്വത്തിൽ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടത്തിയതുമെല്ലാം ഈ സാഹചര്യത്തിലായിരുന്നു. സംസ്ഥാന സർക്കാർ ധൃതി പിടിച്ച് നിയമ ഭേദഗതി ബില്ലുമായി രംഗത്ത് വന്നത് UDF നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നിയമം പ്രാവർത്തികമായാൽ UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ മലയോര ക്രൈസ്തവ കർഷക വിഭാഗത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലാന്തരീക്ഷം ഉണ്ടാകുമെന്നും UDF നേതൃത്വം ഭയക്കുന്നുണ്ട്. ഈ നിയമത്തിന് പുറമെ സ്വകാര്യ വനം ഭൂമിയിലെ ചന്ദനമരങ്ങൾ വനം വകുപ്പിനെ അറിയിച്ചുകൊണ്ട് മുറിച്ചു മാറ്റാനും വിൽപ്പന നടത്താനുമുള്ള ബില്ലിനും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതുവഴി സ്വകാര്യ മേഖലയിലെ ചന്ദന കൃഷിക്ക് വലിയ പ്രോത്സാഹനമായി മാറുകയും ചെയ്യും. മലയോര കർഷകരുടെ ഏറെക്കാലത്തെ ആവശ്യമായ ഇതും അംഗീകരിച്ചു നൽകുന്നതിലൂടെ മലയോര മേഖലയുടെ വോട്ട് പിന്തുണ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അക്രമകാരികളായ വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളുന്ന സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് താമരശ്ശേരി രൂപത നേതൃത്വം രംഗത്ത് വന്നതിലും രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഏറെയാണെന്നത് പറയാതെ വയ്യ. പിണറായി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമ ഭേദഗതിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാണെങ്കിലും വന്യമൃഗ ആക്രമണ ഭീതിയിൽ കഴിയുന്ന കർഷക ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ വിപ്ലവകരമായ ഈ തീരുമാനം വലിയ സമാശ്വാസമായി മാറുമെന്നത് ഉറപ്പാണ്.